ഒരു നിമിഷം എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു ജീവനാണ് അല്ലെങ്കിൽ ഒരാളുടെ മരണ രഹസ്യമാണ് നമ്മൾ കാരണം. അതായത് നമ്മൾ പരിശോധന തുടങ്ങുമ്പോഴും പരിശോധന തീരുമ്പോഴും 30 സെന്റിമീറ്റർ അപ്പുറത്ത് നിന്ന് പെർസിസ്റ്റന്റ് ആയിട്ട് സ്മെല്ലുണ്ടോ എന്ന് നമ്മൾ നോക്കും. പിന്നെ നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഈ മധുവിന്റെ കേസ് നമ്മളെ എല്ലാം വളരെയധികം വിഷമിപ്പിച്ചൊരു കേസാണ്. അതേപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് സമൂഹ വിചാരണ ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് ക്രൈമുകൾ കാണും. അപ്പം അങ്ങനത്തെ കേസസ് വരുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നും. നമ്മുടെ ടേബിളിൽ ബോഡി കിടത്തുമ്പോൾ ഒരുപാട് ഇഞ്ചുറി. ചിലപ്പം നാട്ടുകാർക്ക് വേണമെങ്കിൽ പിടിച്ച് പോലീസിന് കൊടുക്കാം. നാട്ടുകാർ ഇങ്ങനെ ഇത് ആക്രമിച്ച് ഒരാളെ കൊലപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അത് കൊല്ലത്ത് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞുള്ള ആക്ഷേപം കൊല്ലത്ത് നിന്നുണ്ട്. മാം, അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് ഈ ഫോറൻസിക് സർജൻ എന്ന് പറയുന്നൊരു രീതി, അല്ലെങ്കിൽ ഫോറൻസിക് മെഡിസിൻ. ഇന്ന് ഒരുപാട് ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു രീതിയാണ്. കാരണം പല സിനിമകളിലൂടെ ഇന്ന് ഈ ഫോറൻസിക് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഫേമസ് ആണ്. കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണി ആണല്ലോ ഒരു സർജൻ ആ സമയത്ത് വേണ്ടത്. കാരണം അത്രത്തോളം ഒരു ബോൾഡായിരിക്കണം. കാരണം ഒരു നിമിഷം എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു ജീവനാണ് അല്ലെങ്കിൽ ഒരാളുടെ മരണ രഹസ്യമാണ് നമ്മൾ കാരണം ഇല്ലാതാവാൻ പോകുന്നത്. കാരണം ഒരു സർജനാണ് അയാളുടെ രഹസ്യം, അയാൾ എങ്ങനെയാണ് മരിച്ചത്, മരണ കാരണം എന്താണ്. അപ്പോൾ അയാൾക്ക് ആ മരണശേഷവും നീതി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ് ഈ ഫോറൻസിക് സർജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത് എവിടെ നിന്നുമാണ്, ഇത് പഠിച്ചാലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അതൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞതുപോലെ ഈ മരിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ് ഫോറൻസിക് സർജൻ എന്ന് പറയുന്നത്. പിന്നെ ഈ പല മൂവികളിലും കാണുന്നത് ഫോറൻസിക് സയൻസുകാരാണ്, ഫോറൻസിക് മെഡിസിൻകാരല്ല. അവർ +2 കഴിഞ്ഞിട്ട് 3 ഇയർ BSc 3 ഇയർ ആണോ 4 ഇയർ ആണോ, അപ്പോൾ BSc ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അത് കൂടുതലുള്ളത് കർണാടക, തമിഴ്നാട്. കേരള യൂണിവേഴ്സിറ്റിക്ക് എങ്ങാണ്ട് ഒരു കോളേജ് ഉണ്ട് പത്തനംതിട്ട സൈഡിൽ. പിന്നെ MSc ഫോറൻസിക് സയൻസ് പക്ഷേ കേരളത്തിൽ നമ്മുടെ പോലീസ് ട്രെയിനിങ് കോളേജിലുണ്ട്, MG യൂണിവേഴ്സിറ്റി അല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, തേഞ്ഞിപ്പാലം. അതാണ് ബേസിക്കലി സിനിമയിൽ കാണുന്നത് ഈ ഫോറൻസിക് സയൻസ് ആണ്. നമ്മുടെതെന്ന് പറയുന്നത് 5.5 വർഷം MBBS കഴിഞ്ഞിട്ട് PG എൻട്രൻസ് എഴുതി MD ഫോറൻസിക് മെഡിസിൻ എടുക്കുന്നതാണ്. അത് വീണ്ടും നമ്മളൊരു 3 വർഷം പഠിച്ചാലേ നമ്മളൊരു എന്താ പറയുക MD ഫോറൻസിക് മെഡിസിൻ നമ്മുടെ കയ്യിൽ ആ ഒരു ബിരുദാനന്തര ബിരുദം നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. ഇതിൽ ഡോക്ടേഴ്സിനാണ് ഫോറൻസിക് മെഡിസിൻ എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കേരളത്തിലുള്ളത് ഈ പോസ്റ്റ്മോർട്ടം വേണമെങ്കിൽ ഏത് MBBS ഡിഗ്രി ഉള്ള ആൾക്കാർക്കും ചെയ്യാം. ഇപ്പം ഈ എന്താ പറയുക, ഈ പോലീസ് സർജൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോറൻസിക് സർജൻ എന്ന് പറയുന്നത് എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഉണ്ട്. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെയും ഒരു 28 സ്ഥാപനങ്ങളിൽ ഒരു ജൂനിയർ കൺസൾട്ടന്റ് വെച്ച പോസ്റ്റ് ഉണ്ട്. ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലുണ്ട്, നെടുമങ്ങാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലുണ്ട്, നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലുണ്ട്. അപ്പം അവരും ഫോറൻസിക് സർജന്മാർ തന്നെയാണ്. മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, ഹെൽത്ത് സർവീസ് വിഭാഗത്തിലും ഫോറൻസിക് സർജന്മാരുണ്ട്. പിന്നെ എൻ്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസിലാണ് ആൾ PSc എഴുതി കയറുന്നതെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട് കയറാം. നമ്മൾ ഫസ്റ്റ് കയറുന്നത് എൻട്രി കേസ് പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ തന്നെയാണ്. അത് പക്ഷേ നമുക്ക് പിള്ളേർ പഠിപ്പിക്കുക മാത്രമല്ല, നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാം, നമുക്ക് ഡ്യൂട്ടി വരും. നമ്മുടെ ഡെസിഗ്നേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിലും നമ്മൾ ഡ്യൂട്ടി എടുക്കുക കേസിന്. പിന്നെയുള്ളത് നമ്മുടെ ഹെൽത്ത് സർവീസിലാണ് ഇപ്പം അസിസ്റ്റന്റ് സർജനായിട്ട് കയറുക. അസിസ്റ്റന്റ് സർജൻ വിളിക്കാറുണ്ട് ആരോഗ്യവകുപ്പിൽ. അങ്ങനെ PSc എഴുതി കയറുകയാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്യുമ്പോൾ ജൂനിയർ കൺസൾട്ടന്റ് പോസ്റ്റ് കിട്ടും. അത് ഇതുപോലത്തെ ജില്ലാ ആശുപത്രികളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക മാത്രമാണ്. വേറെ ഇതുപോലെ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിലുള്ള സ്റ്റുഡൻസ് വന്നാൽ അവരെ പഠിപ്പിക്കാൻ കൂടെ പറ്റും. പിന്നെ ഉള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി MD ഫോറൻസിക് മെഡിസിൻ കഴിഞ്ഞവർക്കുള്ളത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ എന്തായാലും MBBS 3rd ഫേസിൽ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഫാക്കൽറ്റികളുടെ ആവശ്യമുണ്ട്. അപ്പം എന്തായാലും ജോബ് ഓപ്പർച്യൂണിറ്റി ഇതുവരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ 3 ഓപ്പർച്യൂണിറ്റി, ഒന്ന് ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ്, അല്ലെങ്കിൽ ഗവൺമെന്റിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ്. ഈ 3 ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. പിന്നെ നമുക്ക് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ MBBS സ്റ്റുഡൻസിനെ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഹോമിയോ കോളേജിലെ സ്റ്റുഡൻസ് കേസ് കാണാൻ വരാറുണ്ട്, ആയുർവേദ ഗവൺമെന്റ് കോളേജിലെ സ്റ്റുഡൻസ് വരാറുണ്ട്, നമ്മുടെ നഴ്സിംഗ് കോളേജ്, നമ്മുടെ എന്താ പറയുക MLT കോളേജ്, ഇവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ കേസ് കാണാൻ വരാറുണ്ട്. പിന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസും നമ്മുടെ മോർച്ചറിയിൽ കേസ് കാണാൻ വരാറുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ജുഡീഷ്യൽ അക്കാഡമിയിൽ നിന്ന് മുൻസിഫ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് വരാം. ഈ മുൻസിഫ് മജിസ്ട്രേറ്റ്, പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ്, ജഡ്ജസ്, അവരുടെയൊക്കെ ട്രെയിനിങ്ങിന് 2 ദിവസമൊക്കെ വരാറുണ്ട്. അവർക്ക് നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്.
ഫോറൻസിക് സയൻസ് ലാബിൽ നിന്ന് സയന്റിഫിക് അസിസ്റ്റൻസ് വരാറുണ്ട്, അവർ വരാറുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്ന് വരാറുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടാണെങ്കിൽ ഹെൽത്ത് സർവീസ്, ആരോഗ്യ വകുപ്പിലെ എന്താ പറയുക, ഡോക്ടേഴ്സിന് തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഈ ജഡ്ജിമാർക്ക് നമ്മൾ എന്ത് ക്ലാസ് ആണ് എടുത്ത് കൊടുക്കുന്നത്? ജഡ്ജിമാർക്ക് നമ്മളിങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റ് എങ്ങനെയൊക്കെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്, അതിപ്പോ അവർ കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ വേണം. അതിനു വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മൾ ആ ഒപ്പീനിയൻ എത്തിയത്. അവർക്ക് ഒരു 1-2 ദിവസത്തെ ക്ലാസ്. പലപ്പോഴും ഈ വൂണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അത് ഫേക്ക് ആവാനുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് നമ്മൾ വളരെ കുറച്ചേ എഴുതാറുള്ളൂ. യൂഷ്വലി വൂണ്ട് സർട്ടിഫിക്കറ്റ് എഴുതുന്നതിന്റെ പ്രത്യേകത ആക്സിഡന്റ് രജിസ്റ്റർ കം വൂണ്ട് സർട്ടിഫിക്കറ്റ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ യൂഷ്വലി നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന ഡോക്ടർമാരാണ് എഴുതുന്നത്. അവരുടെ അടുത്താണ് പേഷ്യന്റ് ആദ്യം വരുന്നത്. ആദ്യം ആരാണോ പേഷ്യന്റിനെ കാണുന്നത് അവരാണ് വൂണ്ട് സർട്ടിഫിക്കറ്റ് എഴുതേണ്ടത്. നമ്മളുടെ അടുത്ത് യൂഷ്വലി വരുന്നത് എക്സ്പെർട്ട് ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഈ കസ്റ്റഡിയൽ ടോർച്ചർ, കസ്റ്റഡി വെച്ച് പോലീസ് മർദ്ദിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മളടുത്ത് വൂണ്ട് സർട്ടിഫിക്കറ്റിന് വരുന്നത്. എക്സ്പെർട്ട് ഒപ്പീനിയൻ പോലെയാണ്. പക്ഷേ കാഷ്വാലിറ്റിയിലെ ഡോക്ടേഴ്സാണ് കൂടുതലും വൂണ്ട് സർട്ടിഫിക്കറ്റിൽ പോകുന്നത്. ഇപ്പം നമ്മൾ MBBS കുട്ടികളുടെ കരിക്കുലത്തിൽ തന്നെ വൂണ്ട് സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, എങ്ങനെയാണ് ഒരു ഇഞ്ചുറി കണ്ടാൽ എഴുതുക, ഏത് ടൈപ്പാണ്, ഇപ്പോൾ ഓരവാണോ ചതവാണോ ഇൻസൈസ് വൂണ്ടാണ്, അങ്ങനത്തെ കാര്യം. പിന്നെ അതിൻ്റെ ഏജിങ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രഷ് ആണെങ്കിൽ എങ്ങനെ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഹീലിംഗ് സ്റ്റേജസ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് MBBS കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതാണെങ്കിൽ ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് കോസ് ഓഫ് ഡെത്ത് സർട്ടിഫൈ ചെയ്യുക. ഇപ്പം നാച്ചുറൽ ആണെങ്കിൽ നമ്മൾ നാച്ചുറലി ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതാറുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് അത് നമ്മൾ MBBS കരിക്കുലത്തിലുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ സെക്ഷൽ അസോൾട്ട് സർവൈവറിൻ്റെ സർട്ടിഫിക്കറ്റ് എഴുതാനും പഠിപ്പിക്കാറുണ്ട്. അക്യൂസ്ഡ്, അതായത് പൊട്ടൻസി എക്സാമിനേഷൻ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഡ്രങ്കൺനെസ്, ഈ ആൾക്കാർ അതും കാഷ്വാലിറ്റിയിലാണ് വരുന്നത്. നമുക്ക് അങ്ങനെ ഒരു കാര്യം വരാറില്ല, പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. ഡ്രങ്കൺനെസ്, ഒരാളെ എന്തെങ്കിലും ഒരു മദ്യപിച്ച് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് അങ്ങനെ പോലീസ് ചിലപ്പോൾ പിടിച്ചുകൊണ്ട് വന്നാൽ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് എഴുതേണ്ടത്, എന്തൊക്കെ സാമ്പിൾ വിടണം, ഇത് നമ്മളെ MBBS കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൽ നമ്മൾ യൂഷ്വലി നോക്കുന്നത് സ്മെൽ ഓഫ് ആൽക്കഹോൾ ആണ്. സ്മെൽ ഓഫ് ആൽക്കഹോൾ ഒരു 30 സെന്റിമീറ്റർ അപ്പുറത്ത് നിന്ന്, അതായത് നമ്മൾ പരിശോധന തുടങ്ങുമ്പോഴും പരിശോധന തീരുമ്പോഴും 30 സെന്റിമീറ്റർ അപ്പുറത്ത് നിന്ന് പെർസിസ്റ്റന്റ് ആയിട്ട് സ്മെല്ലുണ്ടോ എന്ന് നമ്മൾ നോക്കും. പിന്നെ നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് ബ്ലഡ് എടുത്ത് വിടും. 5 അല്ലെങ്കിൽ 10 ml നമ്മുടെ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിലേക്ക് വിടും. അതാണ് നമ്മുടെ കൺഫർമേഷൻ. അത് നമ്മളെ വിദ്യാർത്ഥികളെ പഠിക്കും. പിന്നെ നമുക്ക് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് ഒരു പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് എങ്ങനെ എഴുതാം, എങ്ങനെ നമ്മുടെ ഒപ്പീനിയൻ കോസ് ഓഫ് ഡെത്തിൽ എത്താം, പിന്നെ ഒരു മരണസമയം പറയാൻ പറ്റും. പല മൂവികളിലും 10:30, 12:30 അങ്ങനെയൊക്കെ പറയുന്നത്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു 6 മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ 6 മണിക്കൂറിനും 18 മണിക്കൂറിന് മുന്നേ ആയിരിക്കും മരിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന്. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി പോലീസിനും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. കാരണം സമയം ഇങ്ങനെ പല മൂവീസിലും കാണുന്ന ഒരു 5:30, 6:30 അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു റേഞ്ച് ഓഫ് ടൈം നമുക്ക് പറയാം. ഇതൊക്കെ നമ്മൾ MBBS വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ ഈ MBBS കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു കാഷ്വാലിറ്റി പോയി ഇരിക്കുമ്പോൾ ഇതൊക്കെ അവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അതേപോലെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊരു കാര്യമാണ്. ഇപ്പോൾ ബഡ്ജറ്റിൽ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ട് മുരളീധരൻ ഇതിനു മുമ്പിട്ട് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കൂടുതൽ ശരീരം കുത്തിക്ക് പരിശോധിക്കാതെ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്നൊരു രീതി നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, വെറുതെ പൈസ കളയുന്നതാണ്, മരിച്ചവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് പൈസ കളയുന്നത് എന്ന് ചോദിച്ച് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. മോഡേൺ ഇതാണ് വരികയാണെങ്കിൽ, പക്ഷെ ഒരുപാട് കോസ്റ്റ് ഉണ്ട്. എന്നാൽ പോലും അതെങ്ങനെയാണ് ചില കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് പൊതുവെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ ചെയ്യുന്നത്. ഈ സ്കാൻ എടുത്ത് ഇഞ്ചുറി നോക്കി സർട്ടിഫിക്കറ്റ് എഴുതുക. അതായത് ഒരു നമ്മുടെ CT MRI എല്ലാം മൊത്തത്തിലൊരു റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനാണ്. പക്ഷേ എക്സ്റ്റേണൽ ഇഞ്ചുറി നമ്മൾ തന്നെ നോക്കി എഴുതേണ്ടി വരും അതിനകത്ത് വരുമ്പോഴും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റുകൾ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ഇത് ചില ആളുകൾ ഇതിനെ നല്ല രീതിയിൽ എടുക്കുന്ന ആളുകളുണ്ട്. കാരണം സമയം, ഒരു കുടുംബത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ച് അയാളെ കുത്തിക്കീറുന്നത് കാണാൻ വേണ്ടി പുറത്ത് കാത്തിരിക്കുന്ന ഒരു കൂട്ടം അവരുടെ ബന്ധുക്കൾ, അതിനുശേഷം ഒരുപാട് സമയത്തിന് ശേഷമായിരിക്കും ഇവർക്ക് ഈ ബോഡി പോലും വിട്ട് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമ്മുടെ ഇവിടെ യൂഷ്വലി നമ്മുടെ മെഡിക്കൽ കോളേജിലാണെങ്കിൽ 4 ടേബിൾ ഉണ്ട്. ചെയ്യാനും 4 പേര് ഒരു ദിവസം ഡ്യൂട്ടിയിലുണ്ടാവും. ഒരുപാട് തിരക്കുള്ള അല്ലെങ്കിൽ റഷുള്ള ദിവസം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഡിലേ ഉണ്ടാകാറില്ല.
മാക്സിമം നമ്മൾ ഒരു മിനിമം 1 hour എടുക്കും ഒരു കേസ് ചെയ്തിറക്കാൻ. എന്നാലും ചിലപ്പോൾ ഒരുമിച്ച് ഒരു 10-12 കേസൊക്കെ വരുമ്പോഴാണ് ഈ ആൾക്കാർക്ക് ഒരു വെയിറ്റിംഗ് വരുന്നത്. അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ നമ്മൾ വരുമ്പോൾ എന്താണെങ്കിലും അവർക്കൊരു വിഷമമായിരിക്കത്തില്ല ബന്ധുക്കൾക്കും. നമ്മൾ 4 മണി വരെ വരുന്ന കേസസ് ആണ് നമ്മൾ യൂഷ്വലി വാങ്ങാറുള്ളത്. പിന്നെ എന്തെങ്കിലും ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ഇപ്പൊ കളക്ടർ ഉത്തരവോ അല്ലെങ്കിൽ കടാവറിയിൽ നിന്ന് ഓർഗൻ എടുക്കുന്ന കേസ്, അങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ 4 മണി കഴിഞ്ഞും ഓക്കെ സമയത്ത് നൈറ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ 4 മണി കഴിഞ്ഞും ചെയ്യാറുണ്ട്. എന്നാലും ഒരുപാട് അങ്ങനെ ഒരു ഡിലേ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാറില്ല. ഈ മെഷീൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രയോജനം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? അതിപ്പം ചില കമ്മ്യൂണിറ്റിക്കാർക്ക് എനിക്ക് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കുറച്ച് വിഷമമുള്ളവർ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് കുറച്ചൊരു, പക്ഷേ എന്നാലും പോലും ഈ കോടതിയിൽ ഇത് ചെല്ലുമ്പോൾ കോടതി എങ്ങനെ ഇതിനെ അഡ്മിറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം മർഡർ കേസിൽ ഈ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പം ഡിഫൻസ് ലോയർ നിങ്ങൾ കണ്ടില്ലല്ലോ, മെഷീൻ അല്ലേ പറയുന്നത്, അതിൽ എറർ വന്നൂടെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാം, നമുക്കൊന്നും പറയാനുണ്ടാവില്ല. മാം, അതേപോലെ തന്നെ ഈ മധുവിൻ്റെ കേസ് നമ്മളെ എല്ലാം വളരെയധികം വിഷമിപ്പിച്ചൊരു കേസാണ്. അതേപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് സമൂഹ വിചാരണ ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് ക്രൈമുകൾ കാണും. അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് എങ്ങനെയായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ക്രൈം കണ്ടെത്തുന്നത്? അതുപോലെ തന്നെ വേറെ നമുക്ക് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ഒരുപാട് കേസസ് വരാറുണ്ട്. ചിലതൊക്കെ ഇഞ്ചുറി ആയിട്ട് അങ്ങ് പോകും. അപ്പൊ അങ്ങനത്തെ കേസസ് വരുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നും. നമ്മൾ ടേബിൾ ബോഡി കിടത്തുമ്പോൾ ഒരുപാട് ഇഞ്ചുറി, ചിലപ്പം നാട്ടുകാർക്ക് വേണമെങ്കിൽ പിടിച്ച് പോലീസിന് കൊടുക്കാം. നാട്ടുകാർ ഇങ്ങനെ ആക്രമിച്ച് ഒരാളെ കൊലപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അത് പ്രതികൾ തന്നെ പോലീസിന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഇപ്പം ഇച്ചിരി ഒന്ന് കുറവാന്ന് തോന്നുന്നു. എവിടെയാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ കണ്ടുവരുന്നത്? നമുക്ക് മെയിൻലി വരുന്നത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സമയത്ത് കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയായിരുന്നു. ഇപ്പം പക്ഷേ തിരുവനന്തപുരം ജില്ല മാത്രമേ ഉള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ആക്സിഡന്റ് കേസസോ അങ്ങനത്തെ മർഡർ കേസസോ ഇവിടെ എവിടെയെങ്കിലും അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് വരാറുണ്ട്. കൊല്ലത്തും ഉണ്ട് കേസ്, തിരുവനന്തപുരത്തും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇച്ചിരി ഒന്നൊരു എനിക്ക് തോന്നുന്നു 2-3 സെൻസേഷണൽ കേസൊക്കെ വന്നതിന് ശേഷം അങ്ങനെ ഒരുപാടില്ല. അവരെനിക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ പിടിച്ചു കെട്ടി പോലീസിനെ ഏൽപ്പിക്കാന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പൊ അങ്ങനെ മർഡർ കേസസ് വരാറില്ല. പക്ഷെ ഒരു സമയത്ത് അങ്ങനത്തെ കേസസ് ഉണ്ടായിരുന്നു. കൊല്ലത്ത് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞുള്ള ആക്ഷേപം കൊല്ലത്ത് നിന്നുണ്ട്. അത്തരത്തിൽ വന്ന ഏതെങ്കിലും ഒരു ബ്രൂട്ടൽ കേസുകളെ പറ്റി ഒന്ന് പറയാമോ? വേറൊരു രാജ്യക്കാരന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് ഒരു മോഷണ ശ്രമമാണ്. നാട്ടുകാർ എടുത്തിട്ട് നന്നായിട്ട് പെരുമാറി, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോലീസിനെ ഏൽപ്പിച്ചു. പക്ഷെ പുള്ളിക്കാരൻ 2 ദിവസം എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ മരിച്ചു. പക്ഷെ ഇഞ്ചുറി ഉള്ളിലായിരുന്നു, ഇഞ്ചുറി അബ്ഡോമിനൽ ഇഞ്ചുറി ആയിരുന്നു. അപ്പം എക്സ്റ്റേണലി ആർക്കും കാണാനും പറ്റിയില്ല. ആ ഇഞ്ചുറി അവിടെ ഇരുന്ന് തന്നെ ഇൻഫെക്ഷനായി പുള്ളിക്കാരൻ മരിച്ചു. പിന്നെ വേറെ ഒരു കേസ് ഇതുപോലെ, അത് പക്ഷെ കുറച്ച് നേരം കണ്ട് സർവൈവ് ചെയ്തുള്ളൂ. ആ കണ്ണൊക്കെ 2 കണ്ണും ബ്ലാക്ക് ആയി. എനിക്കിപ്പോഴും ആ കേസിന്റെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട്. നാട്ടുകാർ എടുത്തിട്ട് നന്നായിട്ട് കൊടുത്ത് പോലീസിനെ വിളിച്ചേൽപ്പിക്കുന്ന മുമ്പ് തന്നെ നാട്ടുകാർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇഞ്ചുറി ഉണ്ടായിരുന്നു. മുഖത്തൊക്കെ തന്നെ ഒരുമാതിരി ഫ്ലാറ്റനായി 2 കണ്ണും കറുത്ത്. അത് ഭയങ്കര നമുക്ക് എന്ത് തെറ്റ് ചെയ്തതാണെങ്കിലും ഒരാളെ കൊല്ലാൻ എന്ത് അവകാശമാണ് ബാക്കി പബ്ലിക്കിനുള്ളത്? എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡായിട്ട് മറ്റൊരു ദിവസം ഇരിക്കാം. ഒരുപാട് താങ്ക് യു.